ഒരു നിലക്കും ഒരു വിളിയുമില്ല. അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു നിലക്കും ഒരു സൃഷ്ടിയോടും ഒരു ചോദ്യമില്ല. ഒരു ഡെഫിനിഷനുകൾക്ക് അവിടെ ആവശ്യമില്ല, യാതൊരു സംസാരവുമില്ല. വിളിക്കടോ ലാത്തയെ എന്ന് കറുകറുത്തവനായ ബിലാലിന്റെ നെഞ്ചത്ത് സഹോദരങ്ങളെ കനം കൂടിയ പാറക്കല്ല് കയറ്റി വെച്ചപ്പോ, ബിലാലിന്റെ കഴുത്തിൽ കയറിട്ട് വലിച്ചപ്പോ, ബിലാൽ അത്തുഷ് എന്ന് പറഞ്ഞു കരഞ്ഞപ്പോ ബിലാൽ ചോദിച്ചോ ഉമയ്യത്തിനോട്, കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കാനാണോ ഉമയ്യത്തെ നീ പറയുന്നത്? റബ്ബാണെന്നുള്ള വിശ്വാസത്തിൽ ചോദിക്കണമെന്നാണോ പറയുന്നത്? ഇലാഹാണെന്നുള്ള വിശ്വാസത്തിൽ ചോദിക്കണമെന്നാണോ പറയുന്നത്? എങ്കിൽ ഞാൻ ലാത്തയെ വിളിച്ചുകൊള്ളാം, എങ്കിൽ ഞാൻ ഉസ്സയെ വിളിച്ചുകൊള്ളാം, എങ്കിൽ ഞാൻ ഇബ്രാഹിം നബിയെ വിളിച്ചുകൊള്ളാം എന്നാണോ? ഇല്ല കേട്ടോ, അല്ലാഹുവിനെ അല്ലാതെ ഞാൻ വിളിക്കില്ല എന്നാണ് ധീരനായ നമ്മുടെ നേതാവ് ബിലാൽ പറഞ്ഞതെങ്കിൽ ഇതാ ഈ കടവയിലുള്ള മുജാഹിദുകളും പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ തല ഭൂമിയിലേക്ക് കുത്തേണ്ടി വന്നാലും ഒരു CM-നോടുള്ള ഒരു തേട്ടം ഇവിടെയില്ല, ഒരു ബദരീങ്ങളോടുള്ള തേട്ടമില്ല, ഒരു അമ്പിയാക്കന്മാരോടുമുള്ള തേട്ടമില്ല, ഒരു ജാറങ്ങളോടുമുള്ള തേട്ടമില്ല. ഈ പരിസരത്ത് തന്നെ എത്രയെത്ര ജാറങ്ങളാണ്. എന്തിനാണ് മുസ്ലിമേ ഇത്? എല്ലാം കേൾക്കുന്ന അല്ലാഹു ഉണ്ടാകുമ്പോ, എല്ലാറ്റിനും കഴിയുന്ന റബ്ബുണ്ടാകുമ്പോ ആ റബ്ബ് പറഞ്ഞ വചനം കേൾക്കാൻ നീ തയ്യാറാണോ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ഓ പ്രവാചകരെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കൂ നബിയെ, അവരോട് ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്. എന്റെ കയ്യെത്തും ദൂരത്തീരാ. ഇവിടെ വിളിച്ചാൽ വിളിക്കപ്പുറത്ത് കേൾക്കുന്ന തൊട്ടടുത്തൊരു ജാറമില്ലേ പ്രിയപ്പെട്ടവരെ? ആരാണ് ആർക്ക് വേണ്ടിയാണ് ഇത് സൃഷ്ടിച്ചത്? അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം ഇവിടെ വന്ന് ചോദിക്കാൻ പറയുമ്പോ അല്ലാഹ് അവരെ കുറിച്ച് കൊണ്ട് അത്തരം ആളുകളെ കുറിച്ചല്ല പറഞ്ഞത്, അംവാതുൻ ഗൈറു അഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരല്ല, മരിച്ചുപോയവരാണ്, ഒരു നിലക്കും ഒരു വിളിയും കേൾക്കാത്തവരാണ്. അല്ലാഹ് പറഞ്ഞത് എന്താ? എല്ലാറ്റിനും കഴിയുന്ന റബ്ബിനെ ആരാധിക്കുക. ഇത് പറഞ്ഞതിന്റെ പേരിലായിരുന്നു മക്കത്ത് പീഡനങ്ങൾ അനുഭവിച്ചത്.